ഹോ, നിങ്ങൾ തന്ന ആ സിനിമാ നോട്ട്സും മറ്റേ ലേഖനമൊക്കെ വായിച്ചില്ലേ? എന്റെ തല പെരുത്തിരിക്കുവാ. എന്തോരം ടൈപ്പാ! കോമഡി, പിന്നെ ത്രില്ലറ്, ഹൊററ്, പിന്നെന്തൊക്കെയോ ഗാഡ്, നോയറ്. ശരിക്കും എന്തിനാ ഇങ്ങനെ സിനിമകളെ പല പല കള്ളിയിലാക്കുന്നേ? ഭയങ്കര ഒരു കൺഫ്യൂഷൻ. ആരെവിടെ ജ്ഞാനി? നീ വെറുതെ എന്നെ കളിയാക്കല്ലേ? ആ നോട്ട്സ് ഞാനും നോക്കിയതാ. ആ, കണ്ടോ? അപ്പൊ നിങ്ങൾക്കും തോന്നിയില്ലേ ഈ അസൈൻമെന്റ് തീർക്കുന്നതിലും പാടാണല്ലോ ഇതൊന്ന് എന്താ പറയാ മനസ്സിലാക്കാൻ? അയ്യോ, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മളത് വലിയ സംഭവമാക്കുന്നതാ. ഈ ടൈപ്പ് എന്ന് നീ പറഞ്ഞില്ലേ, അതിനാണ് ശരിക്കും ഫിലിം ജോണർ എന്ന് പറയുന്നത്. ജോണറോ? ഓ. ആ, സിമ്പിളായിട്ട് പറഞ്ഞാല് നമ്മൾ പുസ്തകക്കടയിലൊക്കെ പോകുമ്പോൾ കഥ, കവിത, നോവല്, യാത്രാവിവരണം അങ്ങനെ പല സെക്ഷൻ കാണില്ലേ? ഉം, കാണും. അതുപോലെ തന്നെ സിനിമകളെയും അതിൻ്റെ ഒരു സ്റ്റൈല്, പിന്നെ കഥ പറയുന്ന രീതി, വിഷയം അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തരംതിരിക്കുന്ന ഒരു പരിപാടിയാണിത്. ഓഹോ, അപ്പൊ ലൈബ്രറിയിലെ റാക്ക് പോലെ എനിക്കിന്ന് ഒരു കോമഡി മൂഡാണ്, എന്നാ കോമഡി റാക്കിൽ പോയി തിരയാം. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് കുറച്ച് പേടിക്കണം, ഹൊറർ റാങ്കിലേക്ക് വിട്ടോ എന്നൊക്കെ നോക്കിയാ മതി അല്ലേ? ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ഇത് സിനിമ കാണാൻ പോകുമ്പോൾ ചൂസ് ചെയ്യാൻ മാത്രമല്ല, സിനിമയെപ്പറ്റി പഠിക്കാനും ശരിക്കും മനസ്സിലാക്കാനുമൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരി ശരി. ആ നോട്ട്സിൽ പറഞ്ഞ പോലെ മെയിനായിട്ട് 3 വലിയ കാറ്റഗറിയുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഉള്ളിൽ വേറെ ഒരുപാട് ചെറിയ ടൈപ്പുകളും. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ആ പ്രധാനപ്പെട്ട 3 ഏതൊക്കെയാണെന്ന് പറ. കുറച്ച് ലളിതമായിട്ട് മതി, എന്റെ തലയിലെ കിളി ഓൾറെഡി പകുതി പോയതാ. ശരി. ആദ്യത്തേത് നെറേറ്റീവ് ഫിലിം അല്ലെങ്കിൽ ഫിക്ഷണൽ ഫിലിം എന്നും പറയും. നെറേറ്റീവ്? ആ, നമ്മൾ സാധാരണ കാണുന്ന മിക്കവാറും എല്ലാ സിനിമകളും ഇതാണ്. അതായത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിന്റെ ബേസിൽ കഥാപാത്രങ്ങള്, സംഭവങ്ങള് അങ്ങനെയൊക്കെ വെച്ച് ഒരു കഥ പറയുന്ന സിനിമ. ഓ, അപ്പൊ നമ്മുടെ മിക്കവാറും എല്ലാ മലയാളം പടവും തമിഴ്, ഹിന്ദി, ഹോളിവുഡ്, മാർവൽ പടങ്ങള്, DC പടങ്ങള്, നമ്മുടെ ലൂസിഫർ, പ്രേമം, ബാഹുബലിയൊക്കെ അതൊക്കെ നറേറ്റീവ് ആണോ? അതെ, അതെല്ലാം നെറേറ്റീവ് സിനിമകളാണ്. അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരെ ആ കഥയിലേക്ക് ആകർഷിച്ച് അതൊരു യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുക. അതാണ് ശ്രമം. ഇനി ചില സിനിമ തുടങ്ങുമ്പോൾ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എന്നൊക്കെ എഴുതി കാണിക്കില്ലേ? ആ, കാണിക്കാറുണ്ട്. അതും ഈ നരേറ്റീവ് ഫിലിം എന്ന ഗണത്തിൽ തന്നെയാ വരുന്നത്. കാരണം അവരാ യഥാർത്ഥ സംഭവങ്ങളെ നടീനടന്മാരെ വെച്ചും സ്ക്രിപ്റ്റ് വെച്ചും കുറച്ചുകൂടി ഡ്രാമാറ്റിക് ആക്കുകയാണല്ലോ ചെയ്യുന്നത്. ചില യഥാർത്ഥ കഥ സിനിമ കണ്ടാൽ ഹോ, ഇതിലും ഭേദം വല്ല സ്പൈഡർമാനും കാണുന്നതായിരുന്നു എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് നാടകീയമായിരിക്കും ചിലപ്പോ. ശരി, അപ്പൊ അത് നറേറ്റീവ്. അടുത്ത പ്രധാന ഐറ്റം ഏതാ? രണ്ടാമത്തത് ഡോക്യുമെന്ററി. ഡോക്യുമെന്ററി, ഓക്കെ. ഇത് നോൺ ഫിക്ഷനാണ്. അതായത് കെട്ടുകഥയല്ല. ആ, കെട്ടുകഥയല്ല. യഥാർത്ഥ ആളുകൾ, യഥാർത്ഥ സ്ഥലങ്ങൾ, യഥാർത്ഥ സംഭവങ്ങൾ ഇതിനെയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. യാഥാർത്ഥ്യത്തെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതാണ് ലക്ഷ്യം. ഓ, അപ്പോ ഈ ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന പോലത്തെയാണോ, അല്ലെങ്കിൽ TV-യിലെ വാർത്ത പോലെ? വാർത്തയുടെ ഒരു സ്വഭാവമുള്ള ഡോക്യുമെന്ററികളുമുണ്ട്. പക്ഷെ ഡോക്യുമെന്ററി അതിനേക്കാളും വലുതാണ്. പലതരമുണ്ട്. ചിലത് വെറും ഇൻഫർമേഷൻ തരും, വിവരങ്ങൾ നൽകും. ചിലത് കുറച്ചുകൂടി കാവ്യാത്മകമായിരിക്കും, പോയറ്റിക് എന്നൊക്കെ പറയില്ലേ? വേറെ ചിലതുണ്ട് ഒരു പ്രത്യേക ഐഡിയ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ സാമൂഹികപരമായോ നമ്മളെ സ്വാധീനിക്കാൻ നോക്കും. പെർസ്യുവേസീവ് അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ എന്നൊക്കെ പറയും. പ്രൊപ്പഗാൻഡ, ഹോ, പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇത്. അതെ. ഉദാഹരണത്തിന് ചില യുദ്ധകാലത്തൊക്കെ ഇറങ്ങിയ ഡോക്യുമെന്ററികളുണ്ട്. അതൊരു പ്രത്യേക പക്ഷത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ശത്രുവിനെ മോശക്കാരാക്കാനോ ഒക്കെ ഉണ്ടാക്കിയതാവാം. ഇത് പറയുമ്പോൾ നമ്മളൊരു പക്ഷത്തിന്റെ ഭാഗമാണെന്ന് കരുതരുത് കേട്ടോ. ഇങ്ങനെയുള്ള ഡോക്യുമെന്ററികളും സിനിമാ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. മനസ്സിലായി. വേറെ ടൈപ്പ് ഉണ്ടോ ഈ ഡോക്യുമെന്ററിയിൽ തന്നെ? ഉണ്ട്. സിനിമ വെരിറ്റെ അല്ലെങ്കിൽ ഡയറക്റ്റ് സിനിമ എന്നൊരു രീതിയുണ്ട്. സിനിമ വെരിറ്റയോ? അതായത് ഭാരം കുറഞ്ഞ ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് സംഭവങ്ങളിങ്ങനെ നടക്കുമ്പോൾ അതിലധികം ഇടപെടാതെ കൂടെ പോയി ഷൂട്ട് ചെയ്യുന്നൊരു സ്റ്റൈൽ. ഓ, നമ്മുടെ റിയാലിറ്റി ഷോ ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു പഴയ രൂപമെന്ന് വേണമെങ്കിൽ പറയാം. ആഹാ. അപ്പോ ഇന്നത്തെ യൂട്യൂബ് വ്ലോഗിങ്ങിന്റെ വലിയ പൂപ്പനാണോ ഈ ഗഡി? കയ്യിലൊരു ക്യാമറയുമായി ഹായ് ഗൈസ് എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഹാ, ഒരു തരത്തിൽ നോക്കിയാൽ സാമ്യമുണ്ട്. പക്ഷേ ഇതിന്റെ ലക്ഷ്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. പിന്നൊരു കാര്യം, ഡോക്യുമെന്ററി എപ്പോഴും 100% സത്യം പറയുന്ന ഒന്നാണെന്നും കരുതരുത്. അതെന്താ?
കാരണം അതെടുക്കുന്ന ആളുടെ, അതായത് സംവിധായകന്റെ ഒരു കാഴ്ചപ്പാട് അതിൽ വരും. എഡിറ്റിംഗ് എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നു, എന്ത് മ്യൂസിക് ഉപയോഗിക്കുന്നു, ഇതൊക്കെ വെച്ചിട്ട് ആ റിയാലിറ്റിയെ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ക്രിയേറ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ആക്ച്വാലിറ്റി എന്നതിനെ പറയാറ്. യാഥാർത്ഥ്യത്തിന്റെ ഒരു ക്രിയാത്മകമായ കൈകാര്യം ചെയ്യൽ. ഹോ, അപ്പൊ ഡോക്യുമെന്ററി കണ്ടാലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ശരി. അപ്പോ നറേറ്റീവ് കഴിഞ്ഞു, ഡോക്യുമെന്ററി കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ പ്രധാന തരം ഏതാ? മൂന്നാമത്തേത് കുറച്ച് വെറൈറ്റിയാണ്. എവാൻഡ് ഗാർഡ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സിനിമ. അവാന്ത് ഗാർഡോ? ഇതെന്താ സാധനം? ഇത് സാധാരണ സിനിമയുടെ ആ ഒരു ഫോർമുലയില്ലേ, അതിനെയൊക്കെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്ന സിനിമകളാണ്. സിനിമയിലൊരു മോഡേൺ ആർട്ട് പോലെ. ഓ, കിട്ടിപ്പോയി. മറ്റേ നമ്മുടെ കോളേജ് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ചില ഐറ്റംസ് വരില്ലേ? ആ. കഥയൊന്നും ഒരു പിടിയും കിട്ടിയില്ല. ക്യാമറയാണെങ്കിൽ തലകുത്തി മറയുന്നുണ്ടാവും. ഇടയ്ക്ക് സ്ക്രീനിൽ കറുപ്പും വെളുപ്പും ഇങ്ങനെ മിന്നിമായുന്നുണ്ടാവും. അവസാനം പടം തീരുമ്പോൾ നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കും, ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ എന്നാലോചിച്ച്. നമ്മൾ അവാർഡ് പടം എന്നൊക്കെ കളിയാക്കി നിൽക്കില്ലേ, അതുപോലുള്ളവയാണോ? ഒരു പരിധിവരെ നീ പറഞ്ഞത് ശരിയാ. ഇവയ്ക്ക് കൃത്യമായ കഥയോ അല്ലെങ്കിൽ നമ്മൾ പരിചയിച്ച പോലത്തെ കഥാപാത്രങ്ങളോ ഉണ്ടാവണമെന്നില്ല. പിന്നെന്തേതിന്റെ ലക്ഷ്യം? സിനിമ എന്ന മാധ്യമത്തിന്റെ സാധ്യതകൾ വെച്ച് പരീക്ഷണം നടത്തുക, അതാണ് മെയിൻ. ഫിലിമിൽ നേരിട്ട് പെയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള കട്ടുകൾ, നമുക്ക് പരിചയമില്ലാത്ത സൗണ്ടുകൾ, ഇതൊക്കെ ഉപയോഗിക്കാം. എന്തിന്? പ്രേക്ഷകരെ ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക, ചിലപ്പോൾ അസ്വസ്ഥരാക്കുക. അങ്ങനെ ഒരു പുതിയ കാഴ്ചാനുഭവം കൊടുക്കുക. അതാണിവ ശ്രമിക്കുന്നത്. ലൂയി ബുനുവലിന്റെ അൻഷ്യൻ എൻഡാലു എന്നൊരു പഴയ സിനിമയുണ്ട്. അതൊക്കെ ഈ ടൈപ്പിന് നല്ല ഉദാഹരണമാണ്. അതിലെ ചില സീനുകൾ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ബോധിച്ചു. അപ്പോൾ ഇതാണ് 3 മെയിൻ കാറ്റഗറികൾ. കഥ പറയുന്ന നെറേറ്റീവ്, കാര്യം പറയുന്ന ഡോക്യുമെന്ററി, പിന്നെ ഈ കിളി പറത്തുന്ന എക്സ്പെരിമെന്റൽ. ഓക്കെ, ഇനി ആ നോട്ട്സിൽ ഞാൻ വേറൊരു വലിയ ലിസ്റ്റ് കണ്ടിരുന്നല്ലോ. ത്രില്ലർ, ഹൊറർ, മ്യൂസിക്കൽ, ഫാന്റസി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണോ? അതെ. ഈ നരേറ്റീവ് സിനിമയുടെ കീഴിൽ വരുന്ന ഒരുപാട് സബ് ജനറുകൾ അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളുണ്ട്. നമുക്കതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നോക്കാം. നിങ്ങൾക്കും താല്പര്യമുണ്ടാവും. നമ്മളൊക്കെ സ്ഥിരം സിനിമ കാണുന്നവരല്ലേ? പറയ്. ആദ്യത്തേത് ത്രില്ലർ. യെസ്, എന്റെ ഫേവറേറ്റ്. രാത്രി ഒറ്റയ്ക്കിരുന്ന് ഒരു ത്രില്ലർ കാണുന്ന ഒരു സുഖം. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കുറച്ച് പാടാ. ത്രില്ലറിന്റെ പ്രധാന ലക്ഷ്യം അതുതന്നെ. പ്രേക്ഷകരിലൊരു എക്സൈറ്റ്മെന്റ്, ആകാംക്ഷ, പിന്നെ സസ്പെൻസ്, ഉദ്വേഗം, ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇതൊക്കെ ഉണ്ടാക്കുക. സാധാരണയായിട്ട് ഒരു ഹീറോ ഉണ്ടാകും. അയാൾക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ, പലപ്പോഴും ഒരു വില്ലന്റെ രൂപത്തിൽ വരും. ഓരോ നിമിഷവും അടുത്തത് എന്ത് സംഭവിക്കും എന്നൊരു ടെൻഷൻ അതിങ്ങനെ നിലനിർത്തും. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, പുള്ളിയുടെ പടങ്ങളാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് വന്ന ദൃശ്യം, അഞ്ചാം പാതിര, അതൊക്കെ പൊളിയല്ലേ? നമ്മളെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം തെറ്റായ സൂചനകളൊക്കെ തരില്ലേ? റെഡ് ഹെറിങ്സ് എന്ന് പറയില്ലേ? അവസാനം ഒരു 1.5 ട്വിസ്റ്റും കാണും. ചില ത്രില്ലർ കണ്ടാല് ശരിക്കും തല പെരിക്കും. അതെ. സസ്പെൻസ്, ട്വിസ്റ്റുകള്, പിന്നെ ക്ലിഫ് ഹാങ്ങറുകള്. അതായത് കഥ ഏറ്റവും ടെൻഷനുള്ള സമയത്ത് നിർത്തിയിട്ട് അടുത്ത ഭാഗത്തിനായി നമ്മളെ കാത്തിരിപ്പിക്കുന്നത്. ഇതൊക്കെ ത്രില്ലറിന്റെ ഭാഗമാണ്. ശരി, ഇനി അടുത്തത് ഹൊറർ. അയ്യോ, വേണ്ടായിരുന്നു. എനിക്ക് പ്രേതപ്പടം കണ്ടാ പിന്നെ കുറേ നാളത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. രാത്രി ലൈറ്റ് ഓഫ് ചെയ്താൽ മതി. കട്ടിലിന്റെ അടിയിന്നും ജനലിന്റെ പുറത്തുനിന്നും ഒക്കെ എന്തൊക്കെയോ ശബ്ദം കേൾക്കും. പക്ഷേ ഒരുപാട് പേർക്ക് ഹൊറർ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെന്താണാവോ? പേടിപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു പേടിയില്ലേ, പ്രൈമൽ ഫിയേഴ്സ് എന്ന് പറയും. അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സിനിമകൾ ചെയ്യുന്നത്. പ്രേതം, പിശാജ്, വാമ്പയർ, പിന്നെ ഭീകര ജീവികള്, സൈക്കോ കില്ലർമാർ, ഇവരൊക്കെ ഹൊറർ സിനിമകളിലെ സ്ഥിരം ആൾക്കാരാണ്. സിനിമ തുടങ്ങിയ കാലം മുതലേ ഹൊറർ സിനിമകളുണ്ട് കേട്ടോ. നോസ്ഫെറാറ്റു എന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമുണ്ട്. അതൊക്കെ ആദ്യകാല വാമ്പയർ സിനിമയാണ്. ഈയിടെ ഇറങ്ങിയ ദ കോൺജറിംഗ് സീരീസ് അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് പോലെയുള്ള സിനിമകളൊക്കെ പുതിയ തരം ഹൊററിന് ഉദാഹരണങ്ങളാണ്. ചിലർക്ക് ഈ പേടിക്കുന്നത് തന്നെ ഒരു ഹരമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത ഐറ്റം പിടിക്കാം. ഓക്കെ, അടുത്തത് മ്യൂസിക്കൽ. ആഹാ, പാട്ടും ഡാൻസും
ലാലാലാ എന്നു പാടി കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ഓടുന്ന നായകനും നായികയും. ലാലാ ലാൻഡ് ഓർമ്മ വരുന്നു. പിന്നെ നമ്മുടെ പഴയകാല മലയാളം സിനിമകളിലെ പാട്ട് സീനുകൾ. അതെ, കഥാപാത്രങ്ങൾ കഥയുടെ ഭാഗമായിട്ട് പാട്ടുപാടുന്ന സിനിമകളാണ് മ്യൂസിക്കൽസ്. ഈ പാട്ടുകൾ വെറുതെ ഒരു രസത്തിനു വേണ്ടി മാത്രമാകണമെന്നില്ല. പലപ്പോഴും കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് വെളിപ്പെടുത്താനുമൊക്കെ ഈ പാട്ടുകൾ സഹായിക്കും. ശരിയാണ്. ഹോളിവുഡിൽ ദ സൗണ്ട് ഓഫ് മ്യൂസിക്, സിംഗിങ് ഇൻ ദ റെയിനൊക്കെ വലിയ ക്ലാസിക്കുകളാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ, പ്രത്യേകിച്ച് ഹിന്ദിയിലൊക്കെ പാട്ടില്ലാത്ത സിനിമകൾ വളരെ കുറവാണ്. മിക്ക സിനിമകളിലും ഈ മ്യൂസിക്കൽ എലമെന്റ്സ് ഉണ്ടാവും. നമ്മളൊക്കെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പം പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ വന്ന് അറിയാതൊരു ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അടുത്ത ജനർ ഫാന്റസി. യെസ്, മായാജാലം, മന്ത്രവാദം, പറക്കുന്ന ചൂല്, സംസാരിക്കുന്ന മൃഗങ്ങൾ, ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദ റിങ്സ്. ഓ, അത് വേറെ ലെവലാ. നമ്മളെ വേറേതോ ലോകത്തേക്ക് കൊണ്ടുപോകും. കൃത്യം. മാജിക്, പിന്നെ അമാനുഷിക സംഭവങ്ങൾ, സൂപ്പർ നാച്ചുറൽ ഫെനോമിന, ഇതൊക്കെ പ്രധാന വിഷയമാകുന്ന സിനിമകളാണ് ഫാന്റസി. മിക്കവാറും സാങ്കല്പിക ലോകങ്ങളിലായിരിക്കും കഥ നടക്കുന്നത്. ആ, മാന്ത്രികന്മാർ, യക്ഷികൾ, പിന്നെ പുരാണങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ജീവികൾ, നന്മയും തിന്മയും തമ്മിലുള്ള വലിയ പോരാട്ടങ്ങൾ, ഇതൊക്കെ ഫാന്റസിയുടെ ഭാഗമാണ്. പലപ്പോഴും നമ്മുടെ ഈ ഡെയിലി ലൈഫിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ, എസ്കേപ്പിസം, അതും കൂടിയാണ് ഇത്തരം സിനിമകൾ നമുക്ക് തരുന്നത്. അത് തന്നെ. എക്സാം ഒക്കെ വരുമ്പോഴാണ് ഈ എസ്കേപ്പിസം ഭയങ്കരമായിട്ട് കൂടുന്നത്. ശരി, ഇനി അടുത്തത് സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ സൈഫൈ എന്ന് ചുരുക്കി പറയും. ഓ, സ്റ്റാർ വാർസ്, ഏലിയൻസ്, പറക്കും തളികകൾ, ഭാവി ലോകം, റോബോട്ടുകൾ, ടൈം ട്രാവൽ, ഇന്റർസ്റ്റെല്ലർ, അവതാർ, ഇതൊക്കെ ഇതിൽ വരുമല്ലോ അല്ലേ? അതെ, ശാസ്ത്രത്തെയും ടെക്നോളജിയും ഒക്കെ ബേസ് ചെയ്ത് ഭാവനയിൽ വികസിപ്പിക്കുന്ന കഥകളാണ് സയൻസ് ഫിക്ഷൻ. ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം? അന്യഗ്രഹ ജീവികളുണ്ടാവുമോ? ടെക്നോളജി നമ്മളെ എങ്ങനെ മാറ്റും? ലോകം അവസാനിക്കുമോ? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൈഫൈ കൈകാര്യം ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും ഫാന്റസി, ഹൊറർ, ആക്ഷൻ, ഈ ജനറുകളുമായിട്ടൊക്കെ മിക്സായിട്ടും വരാം. ശരിയാണ്. ഈ ആക്ഷൻ സിനിമകളും ഒരു പ്രധാന ജനർ തന്നെയല്ലേ? ഭയങ്കര ഇടികളും വെടികളും ചേസിങ്ങും ഒക്കെ ആയിട്ട്. ജോൺ വിക്കൊക്കെ പൊളിയല്ലേ? തീർച്ചയായും. ആക്ഷൻ സിനിമകൾ, അതിൽ ശാരീരികമായ പ്രകടനങ്ങൾ, സ്റ്റണ്ടുകൾ, ഫൈറ്റ് സീനുകൾ, ചേസുകൾ, സ്ഫോടനങ്ങൾ, ഇതിനൊക്കെയായിരിക്കും പ്രാധാന്യം. ഹീറോ സാധാരണയായിട്ട് ഭയങ്കര കഴിവുകളുള്ള ഒരാളായിരിക്കും. ഇതിലും ത്രില്ലർ, സൈഫൈ, കോമഡിയൊക്കെ മിക്സായി വരാറുണ്ട്. ഇനിയും ഉണ്ടല്ലോ ആ ലിസ്റ്റില് ഫിലിം നോയർ. അതെന്താ സംഭവം? പേര് കേട്ടിട്ട് ഒരു ഗമയൊക്കെ തോന്നുന്നു. ഫിലിം നോയ, അതൊരു ഫ്രഞ്ച് വാക്കാണ്. അതിന്റെ അർത്ഥം കറുത്ത സിനിമ എന്നാണ്. ഇത് പ്രധാനമായും 1940കളിലും 50കളിലുമൊക്കെയുള്ള അമേരിക്കൻ ക്രൈം ഡ്രാമകളുടെ ഒരു സ്റ്റൈലാണ്. ഓ, പഴയ സിനിമകൾ. അതെ, സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അതിലൊരു പ്രത്യേകതരം ലൈറ്റിംഗ് സ്റ്റൈലുണ്ടാവും. വെളിച്ചവും നിഴലും തമ്മിലുള്ള ഒരു കളി, ലോക്കി ലൈറ്റിംഗ്, സ്റ്റാർക്ക് ഷാഡോസ് എന്നൊക്കെ പറയും. കഥാപാത്രങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടവരോ അല്ലെങ്കിൽ ഭയങ്കര സംശയാലുക്കളോ ഒറ്റപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും. പിന്നെ നിഗൂഢതയുള്ള അപകടകാരികളായ സ്ത്രീ കഥാപാത്രങ്ങൾ, ഫെം ഫറ്റാൽസ് എന്ന് പറയും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മൊത്തത്തിലൊരു വിഷാദവും നിരാശയുമൊക്കെ നിറഞ്ഞ ഒരു മൂഡായിരിക്കും സിനിമയ്ക്ക്. ആഹാ, ആ പഴയ ഡിറ്റക്റ്റീവ് സിനിമകളുടെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. തൊപ്പിയൊക്കെ വെച്ചൊരു നായകൻ, പുറത്ത് മഴ പെയ്യുന്നു, നനഞ്ഞ റോഡിൽ നിയോൺ ലൈറ്റിന്റെ വെളിച്ചം. ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും കാണാൻ. അതെ, ആ ഒരു വിഷ്വൽ സ്റ്റൈലും മൂഡുമാണ് ഫിലിം നോയോറിന്റെ പ്രത്യേകത. ദ മാൽറ്റീസ് ഫാൽക്കൺ, ഡബിൾ ഇൻഡംനിറ്റി ഒക്കെ പഴയ ഉദാഹരണങ്ങളാണ്. ഇതിന്റെ ഒരു സ്വാധീനം ഇപ്പോഴത്തെ സിനിമകളിലും കാണാം. അതിന് നിയോ നോയർ എന്ന് പറയും. ചൈന ടൗൺ, ബ്ലേഡ് റണ്ണർ ഒക്കെ നിയോ നോയറിന് ഉദാഹരണങ്ങളാണ്. കൊള്ളാം. അപ്പോ ത്രില്ലർ, ഹൊറർ, മ്യൂസിക്കൽ, ഫാന്റസി, സയൻസ് ഫിക്ഷൻ, ആക്ഷൻ, ഫിലിം നുവാർ. ഹോ, ശ്വാസം മുട്ടുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 3 വലിയ വിഭാഗങ്ങളും, നറേറ്റീവ്, ഡോക്യുമെന്ററി, എക്സ്പെരിമെന്റൽ, പിന്നെ ഈ പറഞ്ഞ ഉപവിഭാഗങ്ങളും എല്ലാം കൂടി ചേർന്നാൽ സിനിമയുടെ ലോകമെന്ന് പറയുന്നത് ഒരു വലിയ സൂപ്പർമാർക്കറ്റ് പോലെയാണല്ലോ. ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കാൻ എന്തോരം വെറൈറ്റികളാ. ശരിയാണ്. നമ്മളിപ്പോൾ കുറച്ചെണ്ണമേ പറഞ്ഞുള്ളൂ. ഇതിലും കൂടുതലുണ്ട്. വെസ്റ്റേൺ സിനിമകളുണ്ട്, കൗബോയ് പടങ്ങൾ, പിന്നെ റൊമാൻറ്റിക് കോമഡി റോം കോം, വാർ ഫിലിം,
ഹിസ്റ്റോറിക്കൽ ഡ്രാമ, കോമഡി തന്നെ പലതരമുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഒരു സംശയം കൂടി. ഈ ജനറുകൾ എപ്പോഴും ഇങ്ങനെ വേറെ വേറെ തന്നെ നിൽക്കണോ? അതോ ഇതൊക്കെ മിക്സായിട്ടും വരാമോ? ഒരു സിനിമ തന്നെ ചിലപ്പോ ഹൊററും കോമഡിയും ആവില്ലേ? അല്ലെങ്കിൽ ആക്ഷനും സയൻസ് ഫിക്ഷനും? അത് നല്ല പോയിന്റാണ്. തീർച്ചയായും മിക്സായി വരാം. അതാണ് സത്യത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതും. അല്ലേ? അതെ. ഹൊറർ കോമഡി, ഷോൺ ഓഫ് ദി ഡെഡ് ഒക്കെ പോലെ, സയൻസ് ഫിക്ഷൻ ആക്ഷൻ, മാട്രിക്സ് പോലെ, റൊമാൻറ്റിക് ത്രില്ലർ, ഇങ്ങനെ പല ജനറുകളുടെ എലമെന്റ്സ് ഒരു സിനിമയിൽ വരാം. ഇതിനെ ജനർ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഓ, ഹൈബ്രിഡ്. അതെ. ഇത് സിനിമയെ കൂടുതൽ രസകരമാക്കും, പുതിയ തരം കഥപറച്ചിലുകൾക്ക് വഴിയൊരുക്കും. ഹോ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നിങ്ങളുടെ ആ നോട്ട്സിലെ വലിയ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി ഓരോ സിനിമയും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പെട്ടിയിൽ തന്നെ കൊണ്ടുപോയി ഇടണമെന്ന്. അപ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. തീർച്ചയായും. ഈ ജനർ എന്നൊക്കെ പറയുന്നത് സിനിമയെപ്പറ്റി മനസ്സിലാക്കാനും സംസാരിക്കാനുമൊക്കെയുള്ളൊരു ടൂള് പോലെയാണ്, അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റായ നിയമങ്ങളല്ല, അല്ലേ? അതെ, ഒരു വഴികാട്ടി എന്ന് കരുതാം. സിനിമയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തരംതിരിവുകളൊക്കെ ഉപകാരപ്പെടും. സിനിമയുടെ ചരിത്രം, ഓരോ കാലഘട്ടത്തിലെയും സാമൂഹികമായ കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ഓരോ ജനറുകളുടെ വളർച്ചയെ സ്വാധീനിച്ചതെന്നൊക്കെ പഠിക്കുന്നത് നല്ല രസമുള്ള കാര്യമാണ്. എന്തായാലും നിങ്ങളുടെ ഈ വിശദീകരണ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ നോട്ട്സ് തനിയെ വായിച്ചതിനേക്കാൾ കാര്യങ്ങൾ വ്യക്തമായി. താങ്ക് യു. ഇനിയൊരു സിനിമ കാണുമ്പോൾ ഇതേത് ജേണറിൽ പെടും എന്ന് വെറുതെയെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കാം. ചിലപ്പോ സിനിമ കാണുന്ന രീതി തന്നെ മാറിയാലോ? ചിലപ്പോ മാറിയേക്കാം. അല്ലെങ്കിൽ സിനിമ കുറച്ചുകൂടി നന്നായി ആസ്വദിക്കാൻ പറ്റിയേക്കും. എന്തായാലും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് നന്നായി. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സിനിമ കാണും, ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല, അതിനപ്പുറത്തേക്കധികം ചിന്തിക്കാറില്ലല്ലോ. അതെ. അപ്പോ നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചിന്തിക്കുന്നു? ഇനി സിനിമ കാണുമ്പോൾ ഈ ജനർ എന്ന ലേബലൊക്കെ ശ്രദ്ധിക്കുമോ? അതോ ഇതൊന്നും നോക്കാതെ സിനിമയായിട്ട് തന്നെ അങ്ങ് ആസ്വദിക്കുമോ? അതോ ഈ ജനറുകളൊക്കെ മിക്സായി ഭാവിയിൽ പുതിയ എന്തെങ്കിലും ഒരു സൂപ്പർ ജനർ ഒക്കെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ. എന്തായാലും നമുക്ക് തൽക്കാലം നിർത്താം. എനിക്ക് നല്ലോണം വിശക്കുന്നു. ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിച്ചാലോ? ശരി, ഞാനും വരുന്നു. ബാക്കി നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം.